കേരളത്തിൽ മൺസൂൺ ഇപ്പോൾ അത്തരമൊരു രൂപമെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് മുഴുവൻ സംസ്ഥാനത്തിന്റെയും ആശങ്ക പെട്ടെന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നു. പുതിയ കാലാവസ്ഥാ സൂചനകൾ പറയുന്നത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മേഘങ്ങൾ ഇപ്പോൾ തുടർച്ചയായി സജീവമായി തുടരുന്നുവെന്നും വരും മണിക്കൂറുകളിൽ മഴയുടെ സമ്മർദ്ദം കൂടുതൽ ശക്തമായേക്കാമെന്നുമാണ്. കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്ത് സാഹചര്യങ്ങളൊട്ടും സാധാരണമല്ല എന്ന്. ഏറ്റവും കൂടുതൽ ആശങ്ക കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ സംബന്ധിച്ചാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം വ്യക്തമാണ്. ഈ പ്രദേശങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ പെയ്തേക്കാം. അതായത് മേഘങ്ങൾ ഒരിക്കൽ തുറന്നു പെയ്യാൻ തുടങ്ങിയാൽ പല പ്രദേശങ്ങളിലും സാഹചര്യങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ മാറിയേക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് ഇത് വെറും സാധാരണ മൺസൂൺ മഴയാണെന്നാണ് എങ്കിൽ മുന്നോട്ടുള്ള വിവരങ്ങൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. കാരണം കാലാവസ്ഥാ വകുപ്പ് ഇതിനെ ഗുരുതരമായ സാഹചര്യമായി കണക്കാക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഓരോ വലിയ കാലാവസ്ഥാ മുന്നറിയിപ്പും ആദ്യം നിങ്ങളിലേക്കെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടെയിരിക്കുക. സംസ്ഥാനത്തിന്റെ ബാക്കി ഭാഗങ്ങളിലും സ്ഥിതി ഒട്ടും കുറഞ്ഞ ആശങ്കാജനകമല്ല. നിലവിൽ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഈ പ്രദേശങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ പെയ്തേക്കാമെന്നാണ്. തുടർച്ചയായ ഈർപ്പവും സജീവമായ മേഘങ്ങളും കാരണം പലയിടങ്ങളിലും പെട്ടെന്നുള്ള വെള്ളക്കെട്ടും റോഡുകൾ അടയുന്നതും പോലുള്ള സാഹചര്യം ഉണ്ടായേക്കാം. കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ഇപ്പോൾ മേഘങ്ങളുടെ പ്രധാന സമ്മർദ്ദം വടക്കൻ കേരളത്തിന്റെ ഭാഗത്താണ്. എന്നാൽ പതുക്കെ ഇതിന്റെ പ്രഭാവം മധ്യമേഖലകളിലേക്ക് കൂടി വർദ്ധിച്ചേക്കാമെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആകാശം തുടർച്ചയായി മണിക്കൂറുകളോളം പെയ്യുമ്പോൾ നഗരങ്ങളുടെ വേഗത എങ്ങനെയൊക്കെ നിലച്ചുപോകുന്നു. ഈ അപകടമാണ് ഇപ്പോൾ മുന്നിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ടും മുന്നറിയിപ്പ് തുടർന്നുകൊണ്ടറിയിച്ചിരിക്കുന്നത് വരും 1-2 ദിവസങ്ങളിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും എന്നാണ്. ഇതിനുശേഷം സാഹചര്യം മാറിക്കൊണ്ട് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് പ്രഭാവം വർദ്ധിച്ചേക്കാം. അതായത് മഴയുടെ ഈ സിസ്റ്റം പതുക്കെ മുഴുവൻ സംസ്ഥാനത്തിന്റെ വലിയൊരു ഭാഗത്തെയും തന്റെ പിടിയിലാക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഏറ്റവും കൂടുതൽ അപകടം മലഞ്ചെരിവുകളുള്ള അല്ലെങ്കിൽ നേരത്തെ തന്നെ വെള്ളം കയറുന്ന പ്രശ്നമുള്ള പ്രദേശങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അശ്രദ്ധ കാണിക്കുന്നത് നേരിട്ട് അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് അധികൃതർ ആവർത്തിച്ചു പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ കാറ്റിന്റെയും കൊടുങ്കാറ്റിന്റെയും മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴയോടൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റ് വീശിയേക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കുന്നു. ചിലയിടങ്ങളിൽ കാറ്റിന്റെ വേഗത ഇതിലും കൂടുതൽ അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ മിതമായ മഴയോടൊപ്പം കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ ആയേക്കാം. അതേസമയം ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലും മിതമായ മഴയോടൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പ്രഭാവം വൈദ്യുതി സംവിധാനം, റോഡ് ഗതാഗതം, ദുർബലമായ നിർമ്മാണങ്ങൾ എന്നിവയിൽ വ്യക്തമായി കാണാൻ സാധിച്ചേക്കാം. നിങ്ങളുടെ പ്രദേശത്ത് പെട്ടെന്ന് ശക്തമായ കാറ്റ് തുടങ്ങുകയാണെങ്കിൽ അതിനെ ഒട്ടും നിസ്സാരമായി കാണരുത്. കാരണം പലപ്പോഴും നാശനഷ്ടങ്ങൾ മഴയേക്കാൾ കാറ്റ് മൂലമാണ് കൂടുതലുണ്ടാകുന്നത്. വീടുകളുടെ മേൽക്കൂര ദുർബലമായവർ, ചുറ്റും പഴയ മരങ്ങളുള്ളവർ അല്ലെങ്കിൽ താൽക്കാലിക നിർമ്മാണങ്ങളിൽ താമസിക്കുന്നവർ അധിക ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ഭരണകൂടം പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റ് കാരണം മരങ്ങൾ വീഴാം, വൈദ്യുതി പോസ്റ്റുകൾ തകരാം, പലയിടങ്ങളിലും പെട്ടെന്ന് വൈദ്യുതി ബന്ധം തടസ്സപ്പെടാം. കാറ്റ് ശക്തമാകുമ്പോൾ ജനലുകളും വാതിലുകളും അടച്ചിടാനും തുറന്ന മൈതാനങ്ങളിൽ പോകരുതെന്നും ഒരു സാഹചര്യത്തിലും മരങ്ങൾക്കു താഴെ നിൽക്കരുതെന്നും ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓർക്കുക, പലപ്പോഴും ഒരു ചെറിയ അശ്രദ്ധ മാസങ്ങളോളം പരിഹരിക്കാൻ കഴിയാത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ ഭീഷണി ഉരുൾപൊട്ടലിന്റെയും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തെയും സംബന്ധിച്ചാണ് വരുന്നത്.
തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം മലയോര മേഖലകളിലെ മണ്ണ് വേഗത്തിൽ ദുർബലമായേക്കാം. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കണമെന്ന് അധികൃതർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പ്രത്യേക നിരീക്ഷണം നടത്തിവരുന്നു. നദീതീരങ്ങളിലും അണക്കെട്ടുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സങ്കൽപ്പിക്കുക, മലയിൽ നിന്ന് പെട്ടെന്ന് മണ്ണും വെള്ളവും ശക്തമായി താഴേക്കൊഴുകി വന്നാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പ്രദേശം മുഴുവൻ മാറിയേക്കാം. ഈ ഭയമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ അലട്ടുന്നത്. ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. എൽ നിനോയുടെ പ്രഭാവം ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ജൂലൈയിൽ സംസ്ഥാനത്ത് സാധാരണയേക്കാൾ കുറഞ്ഞ മഴയാണ് ലഭിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ വൈരുദ്ധ്യമെന്തെന്നാൽ നിലവിൽ ചില ജില്ലകളിൽ അതിശക്തമായ മഴയുടെ ഘട്ടം നടക്കുന്നു എന്നതാണ്. ഇതിന്റെ അർത്ഥം മൊത്തത്തിൽ മൺസൂൺ ദുർബലമായി തോന്നാമെങ്കിലും സിസ്റ്റം സജീവമാകുമ്പോൾ പെട്ടെന്ന് ഒരുമിച്ച് വലിയ അളവിൽ മഴ പെയ്തേക്കാമെന്നാണ്. ഈ പാറ്റേണാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത്. അതായത് ദീർഘനേരം വരൾച്ച പോലുള്ള സാഹചര്യവും പിന്നീട് പെട്ടെന്ന് മേഘങ്ങളുടെ സ്ഫോടനാത്മകമായ രൂപവും. പ്രകൃതി ഇത്തവണ പുതിയ റെക്കോർഡ് സൃഷ്ടിക്കാൻ പോകുകയാണോ? ഈ ചോദ്യം ഇപ്പോൾ കാലാവസ്ഥാ ശാസ്ത്രജ്ഞരെയും അലട്ടുന്നുണ്ട്. വരാനിരിക്കുന്ന സമയത്തും അലർട്ട് തുടരാൻ പോകുകയാണ്. ഇനി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകൾക്കായി തുടർച്ചയായ നിരീക്ഷണം തുടരും. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ള പ്രദേശങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ ഉടനെത്തണമെന്ന് ഭരണകൂടം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ ഭരണകൂടത്തെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും തുടർച്ചയായ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും മലയോര പാതകളിലെ രാത്രിയാത്ര ഒഴിവാക്കാനും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തുടർച്ചയായ ഇത്തരത്തിലുള്ള പ്രധാന കാലാവസ്ഥാ അപ്ഡേറ്റുകൾ ആദ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മൺസൂണിന്റെ അടുത്ത നീക്കം കേരളത്തിലെ പല ജില്ലകളുടെയും ചിത്രം പെട്ടെന്ന് മാറ്റിയേക്കാം. നിലവിൽ കേരളത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം കാലാവസ്ഥ വേഗത്തിൽ മാറിക്കഴിഞ്ഞു എന്നതാണ്. കണ്ണൂരിലും കാസർഗോഡും അതിശക്തമായ മഴയുടെ ഭീഷണി, പല ജില്ലകളിലും യെല്ലോ അലേർട്ട്, ശക്തമായ കാറ്റ്, ഇടിമിന്നൽ, ഉരുൾപൊട്ടൽ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശം അല്പനേരം ശാന്തമായി കാണപ്പെട്ടേക്കാം. എന്നാൽ അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ അപകടം ഇതുവരെ ഒഴിഞ്ഞുപോയിട്ടില്ല എന്ന സൂചനയാണ് നൽകുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ് ഒറ്റ ചോദ്യത്തിൽ മാത്രം ഉടക്കി നിൽക്കുന്നു. വരാനിരിക്കുന്ന ഏതാനും മണിക്കൂറുകൾ കേരളത്തിലെ മൺസൂണിനെ കൂടുതൽ ഭയാനകമാക്കുമോ? കാരണം ഇപ്പോൾ ചുറ്റിക്കറങ്ങുന്ന മേഘങ്ങളുടെ അടുത്ത രൂപം അതീവ അപകടകരമാണെന്ന് തെളിഞ്ഞേക്കാം.